അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ പരിശോധിച്ചു തുടങ്ങി. കോക്പിറ്റ് വോയിസ് റെക്കോർഡിലെയും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിലെയും വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ ചേർന്നു. അജീഷ്, നമ്മൾ തേടുന്ന വിമാനത്തിന് എന്ത് പറ്റിയെന്ന ചോദ്യത്തിന് ഇതിലൂടെ ഉത്തരമാകുമോ? സുഹൈലെ, അപകടത്തിന്റെ കാരണം കണ്ടെത്താനാണ് ഈ പരിശോധന നടത്തുന്നത്. പരിശോധന തുടങ്ങിയെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് വ്യോമയാന മന്ത്രാലയം. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡും ചേർന്നാണ് ഈ വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്ന് വീണ്ടെടുക്കുന്നത്. അതിന്റെ അന്വേഷണ പരിശോധനകളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഈ ബ്ലാക്ക് ബോക്സിലെ മെമ്മറി മൊഡ്യൂളിലെ വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലാബിൽ, അത് ഡൽഹിയിലാണുള്ളത്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലെയും വിവരങ്ങളാണ് നിലവിൽ പരിശോധിച്ച് വരുന്നത്. 2 ബ്ലാക്ക് ബോക്സുകളും കണ്ടെടുത്തിട്ടുണ്ട്. വിമാനം പതിച്ച കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ആദ്യത്തെ ബ്ലാക്ക് ബോക്സ് ജൂൺ 13-ന് കണ്ടെടുത്തത്. രണ്ടാമത്തെ ഭാഗം ജൂൺ 16-നാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുത്തത്. ജൂൺ 24-നാണ് ഈ 2 ബ്ലാക്ക് ബോക്സുകളും വിമാനത്തിൽ അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ചത്. അതാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇതിലെ വിവരങ്ങൾ അത് വീണ്ടെടുത്ത് പരിശോധിച്ചാൽ മാത്രമേ എന്താണ് ഈ വിമാനത്തിനുള്ളിൽ നടന്നതെന്നും അപകടത്തിന്റെ കാരണമെന്നും വ്യക്തമാവുകയുള്ളൂ. നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ DG ആണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. കൂടാതെ അമേരിക്കയുടെ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡിന്റെ വിദഗ്ധരും ഒപ്പം തന്നെ സംസ്ഥാനത്തെ രാജ്യത്തെ ATCയുടെ ഒരു പ്രതിനിധി അടക്കം വിദഗ്ധരടങ്ങുന്ന ഒരു സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. അജീഷാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യം തേടുന്ന ചോദ്യത്തിന് ഉത്തരമാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അന്വേഷണവും പരിശോധനയും തുടരുകയാണ്.